വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് തിരുവചനങ്ങളെ ശ്രവിപ്പാം, ധ്യാനിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതകൾക്ക് പ്രകാശവുമായി ഞങ്ങളെ നയിപ്പാൻ അങ്ങ് നൽകിയിരിക്കുമ്പോൾ ഈ വചനത്തിൽ കർത്താവാം ദൈവമേ ആശ്രയിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാതുകളെയും സ്വീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങ് ഒരുക്കണമേ. ബലഹീന നടീനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ കൃപയാൽ അങ്ങ് സഹായിക്കണമെന്ന് യേശുനാഥ് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 26. ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ് ക്രൈസ്തവ മതം. എങ്കിലും ക്രൈസ്തവർക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ യേശു ചെയ്ത ഉപകാരങ്ങളെയും നന്മകളെയും കുറിച്ച് സാക്ഷിപ്പാൻ തക്കവണ്ണം ലജ്ജ ഉള്ള ഒരു കാലയളവിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദേവാലയങ്ങളിൽ പോകുന്നു, ആരാധനകളിൽ സംബന്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അക്രൈസ്തവ ആയവരോട് യേശു നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുവാൻ, യേശു ഇന്ന് ജീവിക്കുന്നു എന്ന് ഉള്ള ഒരു സത്യം മറ്റുള്ളവരോട് പറയുവാൻ പലപ്പോഴും നമുക്ക് ഇന്ന് മടിയാണ്, അല്ലെങ്കിൽ ലജ്ജയാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ കർത്താവ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. നിങ്ങൾ യെരുശലേമിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ഈ ഒരു വലിയ കാര്യം പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത്. കർത്താവിനെ അറിഞ്ഞ വ്യക്തികൾ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ആ വാക്കുകൾ അവസാനമായി പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. ഈ ദൗത്യമാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ ഏറ്റെടുക്കുന്നത്. നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നവർ വളരെ വിരളമാണ്. എങ്കിലും അവിടെയൊക്കെയും അവർ കണ്ട സത്യവും അവർ അറിഞ്ഞ സത്യവും മറ്റുള്ളവരോട് പറയുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ക്രൈസ്തവരായിട്ട് ആയിരിക്കുന്നത്. എന്നാൽ നാം അറിയുന്ന, നാം അനുഭവിക്കുന്ന സത്യം, യേശു ഏക രക്ഷകനാണെന്നുള്ള സത്യം, യേശുവിലൂടെ അല്ലാതെ രക്ഷ ഇല്ല എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് അത് മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ആ ദൗത്യത്തിൽ നാം പലപ്പോഴും പരാജിതരാകുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നാം പറയുന്നില്ല, യേശുവിനെ നാം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു, യേശു ചെയ്ത അനുഗ്രഹങ്ങളും നന്മകളെക്കുറിച്ചൊക്കെയും നമുക്ക് വലിയ ബോധ്യമുണ്ട്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരമരുളുന്ന കർത്താവിനെ ഒരുപക്ഷെ നാം രുചിച്ചറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ആ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? അതോ നാം രഹസ്യ ശിഷ്യന്മാരായി ഇന്ന് മുമ്പോട്ട് ജീവിക്കുന്നവരാണോ? എന്തുകൊണ്ടാണ് നമുക്ക് യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്തത്? പലപ്പോഴും അത് നമുക്കൊരു കുറച്ചിൽ അല്ലെങ്കിൽ ഒരു ലജ്ജയായിട്ട് തോന്നുന്നതുകൊണ്ടാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്, ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ
തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. യേശു രണ്ടാമത് വരും എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ രണ്ടാം വരവിൽ നാം ദൈവത്തിൻ്റെ സന്നിധി നിൽക്കേണ്ടവരാണ്. അവിടെ കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രനും ലജ്ജിക്കും. കാരണം നമുക്ക് ലഭിച്ച അവസരങ്ങൾ നാം ഉപയുക്തമാക്കി. ആരെയും നിർബന്ധിച്ച് മതം മാറ്റണമെന്നല്ല, പക്ഷേ നമ്മുടെ അനുഭവങ്ങൾ, ദൈവിക അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ കഴിയണം. അങ്ങനെ പങ്കുവെക്കുമ്പോഴാകാം ഒരു പക്ഷേ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ അതുപോലെയുള്ള പ്രയാസങ്ങളിൽ യേശുവിനോട് പ്രാർത്ഥിക്കുകയും അവൻ്റെ ജീവിതത്തിൽ ആ അനുഭവമായവൻ സ്വയമായി എടുക്കേണ്ട തീരുമാനമാണ്. ആരെയും നിർബന്ധിച്ച് മതം മാറ്റേണ്ട കാര്യമല്ല. പക്ഷേ അനുഭവം ഉണ്ടായിക്കഴിയുമ്പോൾ ആ അനുഭവത്തിൽ അവനെടുക്കുന്ന തീരുമാനങ്ങളാണ് ആ വിശ്വാസത്തിലേക്ക് തന്നെ വരുന്നത്, രക്ഷയിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തിരുവചനത്തിൽ ഇപ്രകാരം രഹസ്യ ശിഷ്യന്മാരായി ജീവിക്കുവാൻ അല്ലെങ്കിൽ യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിച്ചിരുന്ന ചിലരെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 38-ാമത്തെ തിരുവചനം നാം വായിക്കുകയാണ്. അനന്തരം യഹൂദന്മാരെ ഭയന്ന് രഹസ്യമായി യേശുവിൻ്റെ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്ഥ്യയിലെ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു കൊണ്ടുപോകുവാൻ പീലാത്തോസിന് അനുവാദം ചോദിച്ചു. യേശുവിൻ്റെ ശിഷ്യനായി എന്ന് പറയുമ്പോൾ വെറും യേശു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് വിശ്വസിക്കുക മാത്രമല്ല, ശിഷ്യത്വം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ യേശു തൻ്റെ ഗുരുവും നാഥനുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശിഷ്യൻ എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ശിഷ്യനായി തീർന്ന ഒരു വ്യക്തി, അത് അരിമത്ഥ്യയിലെ ജോസഫ്. ആ യോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു കൊണ്ടുപോകാൻ പീലാത്തോസിനോട് അനുവാദം ചോദിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് ഇവിടെ അല്ലെങ്കിൽ യോസഫിന് യേശുവിൻ്റെ ഒരു പരസ്യ ശിഷ്യനായി അവന് പ്രവർത്തിക്കുവാൻ കഴിയാതെ? അവൻ യഹൂദന്മാരെ ഭയന്നിരുന്നു. യഹൂദന്മാരെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യ ശിഷ്യനായിട്ട് തുടരുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും മറ്റൊരു വ്യക്തിയെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 3-ാം അധ്യായം 1-2 തിരുവചനത്തിൽ നാം കാണുകയാണ്. നാം വായിക്കുന്നു, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് വന്ന ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിക്കോദെമോസ്. പക്ഷെ അദ്ദേഹവും രാത്രിയിലാണ് കർത്താവിനെ കാണാൻ കടന്നു വരുന്നത്. പകൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, കർത്താവ് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വലിയ ജനക്കൂട്ടം ഇപ്പോഴുമുണ്ട്. അപ്പോൾ ആ ജനക്കൂട്ടത്തിൻ്റെ മധ്യയിലേക്ക് കടന്നു വന്ന് യേശുവായിട്ട് സംസാരിക്കുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അവൻ ആരാണ്? പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദെമോസ്. ഇപ്പോൾ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദെമോസിന് അത് സാധ്യമാകുന്നില്ല. അവനും ഒരുപക്ഷെ യഹൂദന്മാരെ ഭയന്നുകൊണ്ടാകാം, അല്ലെങ്കിൽ ലജ്ജ കൊണ്ടാകാം, അവൻ്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ അഭിമാനബോധം ദുരഭിമാനമാകാം. എന്തായിരുന്നാലും അവനും യേശുവിനെ കാണാൻ കടന്നു വരുന്നത് രാത്രിയിലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്, ആദ്യമായി രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദെമോസും ഏകദേശം 100 റാത്തൽ മൂരും അരിലും കൊണ്ടുള്ള ഒരു സുഗന്ധ കൂട്ടും കൊണ്ടുവന്നു. അപ്പോൾ യേശുവിനെ ഹൃദയം കൊണ്ട് അവൻ അംഗീകരിച്ചു, അവൻ ശിഷ്യത്വം സ്വീകരിച്ചു. അല്ലെങ്കിൽ ഇത്രയും വിലമതിക്കുന്ന സുഗന്ധദ്രവ്യവുമായിട്ട് നിക്കോദെമോസ് ഒരിക്കലും വരികയില്ല. ഏകദേശം 100 റാത്തൽ മൂരും അകിലും കൊണ്ടുള്ള സുഗന്ധക്കൂട്ട് കൊണ്ടുവന്നു എന്നാണ് നമ്മുടെ വായിക്കുന്നത്. അപ്പോൾ അതുപോലെ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിക്കോദെമോസ്. പക്ഷെ അദ്ദേഹവും യേശുവിനെ കാണാൻ കടന്നു വരുന്നത് രാത്രിയിലാണ്. പരസ്യമായിട്ട് ശിഷ്യത്വം അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് പറയുവാനോ യേശുവിനെ അംഗീകരിക്കുവാനോ കഴിയാത്ത മറ്റൊരു ശിഷ്യനാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റൊരു സംഭവം
യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 42-ഉം 43-ഉം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 42-43. എന്നിട്ടും പ്രമാണികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ പള്ളിപ്രേക്ഷിതരാകാതിരിക്കുവാൻ പരീശന്മാർ നിമിത്തം അവർ അത് ഏറ്റുപറഞ്ഞില്ല. അവർ ദൈവത്താലുള്ള ബഹുമാനത്തേക്കാൾ അധികം മനുഷ്യരാലുള്ള ബഹുമാനം സ്നേഹിച്ചു. ഇവിടെ പരീശന്മാർ, പ്രമാണികളായിരുന്ന അനേകർ യേശുവിൽ വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് വെറുതെ അംഗീകരിക്കുകയല്ല. അത് യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കണ്ട് യേശു ദൈവപുത്രനെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടമാണ് ഈ പ്രമാണിമാർ. എന്നാൽ പള്ളിപ്രേക്ഷിതരാകാതിരിക്കുവാൻ പരീശന്മാർ നിമിത്തം അത് ഏറ്റുപറഞ്ഞില്ല. അവർ കണ്ട സത്യവും അവർ അനുഭവിച്ച ആ വലിയ സത്യവും മറ്റുള്ളവരോട് പറയുവാൻ അവർക്ക് കഴിയുന്നില്ല, സാക്ഷിയാകുവാൻ കഴിയുന്നില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടും യേശുവിനെക്കുറിച്ച് ഏറ്റുപറയുവാൻ കഴിയുന്നില്ല എന്ന് നമ്മുടെ വായിക്കുകയാണ്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ റോമർക്കെഴുതിയ ലേഖനത്തിൽ ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ നാം വിശ്വസിച്ച കാര്യം നാം അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം എന്ന് പറയുമ്പോൾ അത് മറ്റൊരാളെ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളുടെയും താഴ്വരകളിൽ അവർക്കും യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ, അത് ഏത് വിശ്വാസത്തിലുള്ളവരുമായിരിക്കട്ടെ, അവർക്കും യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് നമ്മുടെ സാക്ഷ്യമാണ്. യേശു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് നാം പറയുമ്പോഴാണ്. പക്ഷേ അതിൽ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാറുണ്ടോ നാം പരിശോധിക്കണം. ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നു. അത് കാരണം നാം ക്രൈസ്തവ ഭവനങ്ങളിൽ ജനിച്ചതുകൊണ്ടാണ് ഇന്ന് ക്രൈസ്തവരായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു വലിയ രക്ഷ നമുക്ക് ദൈവം അതുവഴി നൽകിയിരിക്കുകയാണ്. യേശുവിനെ അറിയുവാനും വിശ്വസിക്കുവാനും കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. എന്നാൽ നാം അനുഭവിക്കുന്ന സത്യം, നാം അനുഭവിക്കുന്ന രക്ഷ മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന് എത്രത്തോളം നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് എത്രത്തോളം പറയുവാൻ കഴിയുന്നുണ്ട്, നാം ശാന്തമായിട്ട് പരിശോധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റൊരു സംഭവം കൂടി നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, ജന്മന കുരുടനായ ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. 9:1 മുതലുള്ള തിരുവചനത്തിൽ അവൻ കടന്നു പോകുമ്പോൾ ജന്മന കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി ജനിക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രാത്രി വരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ജന്മന കുരുടനായി ജനിച്ചപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ആരുടെ പാപം മൂലമാണ് ഇവൻ കുരുടനായി? ഇവൻ ചെയ്ത പാപമാണോ, ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്ത പാപമാണോ? അപ്പോൾ യേശു നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് അവൻ കുരുടനായി ജനിച്ചത്? യേശു പറയുകയാണ്, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തു, ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. അപ്പോൾ എന്തിനാണ് അവൻ കുരുടനായി ജനിച്ചതിന് ഒരു കാരണമുണ്ട്. അവന് കാഴ്ച ലഭിക്കുമ്പോൾ ദൈവിക പ്രവൃത്തി അത് അനേകർ അറിയുവാൻ, അനേകർ മനസ്സിലാക്കുവാൻ, യേശു സത്യദൈവം ആരെന്ന് ആ സംഭവം അനേക വിശ്വാസത്തിലേക്ക് നയിക്കത്തക്കവണ്ണമാണ് ദൈവം ഈ മനുഷ്യൻ കുരുടനായിട്ട് ജനിക്കുവാൻ മുഖാന്തരം ഒരുക്കിയിരിക്കുന്നതെന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ദൈവത്തിനത് നമ്മൾ ഓരോരുത്തരും നേരിടുമ്പോൾ ദൈവത്തിനതിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ദൈവനാമം മഹത്വപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവത്തെ നാം അനുഭവിക്കുകയും ആ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുകയും അത് മറ്റുള്ളവരോട് നാം പറയുകയും ചെയ്യുവാനത്രേ എന്ന് ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ലാസർ മരിക്കുമ്പോഴും കർത്താവ് ഇതുപോലൊരു സംഭാഷണമാണ് നടത്തുന്നത്. ലാസർ മരിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനത്രേ അവൻ അപ്രകാരമായിരിക്കുന്നത് എന്ന് പറയുന്നൊരു തിരുവചനം നമുക്കവിടെ വായിക്കുവാൻ കഴിയും. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയും നാം അഭിമുഖീകരിക്കുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവം ഒരുക്കിയതാകാം. അവിടെ
നാം പ്രാർത്ഥിച്ചും നാം ദൈവത്തോട് യാചിച്ചും നമുക്കതിൽ നിന്ന് മറുപടി ലഭിക്കുമ്പോൾ നാം സംതൃപ്തരായി നാം വിശ്വാസത്തിൽ വളരുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരോടും അത് പറയുവാൻ തക്കവണ്ണം നമുക്കൊരു വലിയ ചുമതലയുണ്ട് എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് നാം വായിക്കുമ്പോൾ നാം 19 മുതലുള്ള തിരുവചനത്തിൻ്റെ 9-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 18 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. കാഴ്ച പ്രാപിച്ചവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു ചോദിക്കുന്നതുവരെ അവൻ കുരുടനായിരുന്നുവെന്നും കാഴ്ച പ്രാപിച്ചുവെന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. അപ്പോൾ ഇവൻ പറയുകയാണ്, ഞാൻ ജന്മനാ കുരുടനായിരുന്നു, എനിക്ക് എൻ്റെ കണ്ണിൽ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി കണ്ണിൽ പുരട്ടി എനിക്ക് കാഴ്ച ലഭിച്ചു എന്ന് പറയുമ്പോഴും യഹൂദന്മാർ അതിൽ വിശ്വസിക്കുന്നില്ല. അവർ അവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് 19 മുതലുള്ള തിരുവചനത്തിൽ, കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാകുന്നുവോ? എന്നാൽ ഇവൻ ഇപ്പോൾ കാണുന്നത് എങ്ങനെ എന്ന് അവൻ അവരോട് ചോദിച്ചു. അപ്പോൾ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി. ജന്മന കുരുടനായിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു വലിയ ബാധ്യതയാണ് മാതാപിതാക്കൾക്ക്. പ്രത്യേകിച്ച് ഇവനെ കാണുമ്പോൾ അവൻ്റെ ഭവനത്തിൽ വെച്ചല്ല ഇവനെ യേശു കണ്ടുമുട്ടുന്നത്. എവിടെയോ ഇവനെ ആക്കിയിരിക്കുകയാണ്. അവൻ മറ്റുള്ളവർക്ക് ആ ഭവനത്തിനും ഒരു ബാധ്യതയായിട്ട് ആയിരിക്കുമ്പോഴാണ് യേശുവിനെ കണ്ടുമുട്ടുന്നത്. പക്ഷേ അവന് കാഴ്ച ലഭിച്ചു എന്നറിഞ്ഞ സത്യം മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമുണ്ടാകേണ്ടതാണ്. കാരണം ഒരിക്കലും സംഭവിക്കാൻ അല്ലെങ്കിൽ ഒരിക്കലും അത് അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് അവരുടെ സ്വന്തം മകൻ ലഭിച്ചത്, അവന് കാഴ്ച ലഭിച്ചത്. അപ്പോൾ അവരെ വിളിച്ച് ഇത് ചോദിക്കുമ്പോൾ അവരുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. 20-ാമത്തെ വാക്യം, അവൻ്റെ മാതാപിതാക്കൾ ഉത്തരം പറഞ്ഞത്, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചുവെന്നും ഞങ്ങൾ അറിയുന്നു. ഇവൻ ഞങ്ങളുടെ മകനാണ്, കുരുടനായി ജനിച്ചുവെന്നും ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഇവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഇവൻ്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും ഞങ്ങൾ അറിയുന്നില്ല. ഇവനോട് ചോദിക്കുവിൻ, ഇവന് പ്രായമുണ്ടല്ലോ, ഇവൻ തന്നെ പറയും. അപ്പോൾ മാതാപിതാക്കൾക്ക് ഈ സത്യം ആരാണ് ഇവന് കാഴ്ച കൊടുത്തതെന്ന് ഒരുപക്ഷെ അറിയാം. പക്ഷേ അവർ പറയാൻ തയ്യാറല്ല. കാരണം അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹൂദന്മാരെ ഭയപ്പെട്ടതുകൊണ്ട് അത്രേ അവൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവനെ പള്ളിപ്രശ്നമാകണം എന്ന് യഹൂദന്മാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് മകന് കാഴ്ച ലഭിച്ചിട്ടും അത് യേശുവാണ് നൽകിയതെന്ന് അവർക്ക് പറയുവാൻ ഭയമാണ്. യഹൂദന്മാരെ ഭയപ്പെട്ടു. പള്ളിപ്രശ്നരാക്കുമെന്നുള്ള ഭയം കാരണം അവർ യേശുവിനെ സാക്ഷീകരിക്കുന്നില്ല. കാരണം അന്ന് യഹൂദന്മാർ അവരുടെ വിശ്വാസത്തിൽ നിന്ന് വേറൊരു വിശ്വാസത്തിലേക്ക് പോയാൽ അവരെ പള്ളിപ്രശ്നരാക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും അവർക്ക് ലഭിക്കുകയില്ല. അവരുടെ ഇതാകുന്ന മുമ്പോട്ടുള്ള ജീവിതം ഒരുപക്ഷെ ദുർഘടമാകും. പക്ഷേ അതിനേക്കാൾ എത്രയോ വലിയ അനുഗ്രഹമാണ് സ്വന്തം മകന് കാഴ്ച ലഭിച്ചത് എന്ന് അവർ മറന്നു പോവുകയാണ്. അവർ യേശുവിനെ സാക്ഷീകരിക്കുന്നില്ല. ഇവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞ് കഴിയൊഴിയുന്ന മാതാപിതാക്കളെയാണ് നമുക്കിവിടെ കാണുവാൻ കൊണ്ട് കഴിയുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ യേശു നമ്മുടെയൊക്കെയും ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലും പ്രശ്നത്തിൻ്റെയും നടുവിൽ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ എത്രത്തോളം യേശു നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ, നന്മകളെ, അനുഗ്രഹങ്ങളെ, അത്ഭുതങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷീകരിക്കുവാൻ നമുക്ക് കഴിയാറുണ്ട്. നാം പരിശോധിക്കണം. നാം അത് കഴിയാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ നാം ഭയപ്പെടുന്നതുകൊണ്ടാകാം, മറ്റുള്ളവരെ ഭയപ്പെടുന്നതുകൊണ്ടാകാം, മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതരാകും എന്നുള്ളൊരു ചിന്തയാകാം. ഏതെങ്കിലും കാരണം അതിൻ്റെ പിന്നിലുണ്ടാകും. പക്ഷേ നമുക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ നാം മിണ്ടാതിരുന്നാൽ, നാം പറയേണ്ട സ്ഥാനങ്ങളിൽ പറയാതിരുന്നാൽ, ലജ്ജയോടുകൂടി നാം മിണ്ടാതിരുന്നാൽ, കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ അവരെക്കുറിച്ചും ലജ്ജിക്കും എന്ന്. അതുകൊണ്ട് നമ്മുടെ ദൗത്യമെന്ന് പറയുമ്പോൾ യേശുവിനെ അറിയുക, യേശുവിൽ വിശ്വസിക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഈ അറിഞ്ഞ യേശുവിനെ, വിശ്വസിച്ച യേശുവിനെ, അനുഭവിച്ച യേശുവിനെ, യേശു മറ്റാരിലേക്കാളും ഉന്നതൻ ആണെന്നുള്ള ബോധ്യമായ ഏകരക്ഷകനെന്ന് വിശ്വസിക്കുന്ന യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷീകരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുക. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ഓരോരുത്തരിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ്
ഈ ലോകത്തു നിന്ന് കടന്നു പോകുമ്പോൾ അവർക്ക് ഏൽപ്പിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക. 16-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക. ഈ സുവിശേഷം എന്ന് പറയുന്നത് നമുക്കറിയാം, വിശുദ്ധ മർക്കോസിൻ്റെ ലൂക്കോസിൻ്റെയും യോഹന്നാൻ്റെയും സുവിശേഷം. ആ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ വാക്കുകളാണ് ഈ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള, ആ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഒരു ക്രൈസ്തവ വിശ്വാസിയായിരിക്കുന്ന എന്നിലും നിങ്ങളിലും ഉള്ളത്. അത് എത്രത്തോളം നമുക്ക് സാധ്യമാകുന്നുണ്ട്. തുറന്ന കർത്താവ് പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും, അത് സ്വയമായി തീരുമാനമെടുക്കേണ്ടതാണ്. ഒരു വ്യക്തി യേശു ഏകരക്ഷകനെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവനെ ആരും നിർബന്ധിക്കേണ്ട. അക്രൈസ്തവനായിരിക്കുന്ന ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വന്നാൽ അവൻ സ്വയമേ സ്നാനം സ്വീകരിക്കും. അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെടും. ഇല്ലാത്തവർ, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എവിടെയായിരുന്നാലും യേശുവിനെ സാക്ഷീകരിക്കുവാൻ, യേശു നമുക്ക് ചെയ്ത അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് മറ്റുള്ളവരോട് നമുക്ക് പറയുവാൻ കഴിയുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായി തീരുന്നത് എന്ന് നമുക്ക് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ മറ്റൊരു സംഭവം നാം അവിടെ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർ അവരൊരു വലിയ പ്രയാസത്തിലാകുമ്പോൾ അവിടെ അവർ യേശുവിന് വേണ്ടി 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള തിരുവചനം, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനം. പിന്നീട് അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ ഉപദേശിക്കുകയോ അരുത് എന്നവർ കൽപ്പിച്ചു. അപ്പോൾ ഇത് യേശുവിനെ ക്രൂശിച്ച അതേ സന്നിധി സംഘം പത്രോസിനെയും യോഹന്നാനെയും തടവിലാക്കിയാണ്. കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ, പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ അവരെ കൊണ്ടുവരുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. 4-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള തിരുവചനം. പിറ്റേനാൾ അവരുടെ പ്രമാണിമാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, എന്ത് അധികാരത്തിൽ അഥവാ ഏത് നാമത്തിൽ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായവരെ, ഈ ബലഹീന മനുഷ്യന് ചെയ്ത നന്മ പ്രവൃത്തി നിമിത്തം ഇവൻ എങ്ങനെ സൗഖ്യം പ്രാപിച്ചു എന്ന് ചൊല്ലി ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാർ പറയുകയാണ്. സന്നിധി സംഘം എന്ന് പറയുമ്പോൾ യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ അവർ ചെയ്ത അത്ഭുതങ്ങൾ, അതായത് മുടന്തനായ ഒരു മനുഷ്യന് കൊടുത്ത സൗഖ്യത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അവർ സധൈര്യം പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിൻ്റെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നത്. മാത്രമല്ല തുടർന്ന് അവർ പറയുകയാണ്, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടും മൂലക്കല്ലായി തീർന്ന കല്ല് അവൻ തന്നെ, മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു എന്ന നാമമാണ് രക്ഷിക്കപ്പെടുവാൻ ഉള്ള ഏകനാമമെന്ന് സാക്ഷീകരിക്കുന്ന പത്രോസിനെയും യോഹന്നാനെയും അവരുടെ സധൈര്യപൂർവ്വമുള്ള അവരുടെ സാക്ഷ്യത്തെയും കുറിച്ചാണ് നമുക്കിവിടെ വായിക്കുവാൻ തൊക്കണം കഴിയുന്നത്. കാരണം എന്താണ് അവരിലുണ്ടായ മാറ്റം? യേശുവിനെക്കുറിച്ച് ഭയപ്പെട്ടിരുന്ന പത്രോസ് എന്ന് പറയുമ്പോൾ യേശുവിനെ ക്രൂശിക്കുവാനായി കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ഒരു പരിചാരിക, നീയും ഇവനോടുകൂടെ ഉള്ളവനല്ലയോ, ഗലീലക്കാരനല്ലയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കവനെ അറിയില്ല എന്ന് പറഞ്ഞ് ആണയിടുവാനും പ്രാകുവാനും തുടങ്ങിയെന്ന് നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ, ആ പത്രോസ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ മറ്റൊരു വ്യക്തിയായി, ധൈര്യമുള്ളവനായി, യേശുവിൻ്റെ സാക്ഷിയായിട്ട്
ഈ സന്നിധി സംഘത്തിന് മുമ്പിൽ പറയുകയാണ്. നാം മനസ്സിലാക്കുക, യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ശിഷ്യന്മാരൊക്കെയും ഭയന്ന് അവർ മുറിയിൽ ആയിരിക്കുമ്പോഴാണ് യേശു അവരുടെ മധ്യേ കടന്നു ചെന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതുന്നത്. ആ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശിഷ്യന്മാരും അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അളവ് മതിയാകാത്തതുകൊണ്ട് അവർ ഭയന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. തിബിരിയാസ് തീരത്ത് പഴയ തൊഴിലിലേക്ക് കടന്നുപോയ യോഹന്നാനും അവനോടൊപ്പം 6 പേരുടെയും അടുക്കൽ രാത്രി മുഴുവനും മത്സ്യം പിടിച്ചിട്ടും ഒരു ഫലവും ലഭിക്കാതിരുന്ന, മത്സ്യബന്ധനം നടത്തിയിട്ട് ഒരു മീൻ പോലും കിട്ടാതിരുന്ന ആ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കർത്താവ് കടന്നുപോയി അവരോട് പടകിൻ്റെ വലതുവശത്ത് വീശുവാനും അതുവഴി വലിയൊരു മീൻകൂട്ടം അവർക്ക് ലഭിക്കുകയും യേശുവിനെ അവർ തിരിച്ചറിയുകയും ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് നിങ്ങൾ സാക്ഷികളായിത്തീരും. ഈ ശക്തി ലഭിച്ച ഈ ശിഷ്യന്മാരുടെ ജീവിതം ഒരു വലിയ മാറ്റം ഉണ്ടാകുകയാണ്. അവർ യേശുവിന് വേണ്ടി സാക്ഷിയാണ്. അതാണ് നാം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നത്. തുടർന്ന് 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 18 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, പിന്നീട് അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ ഉപദേശിക്കുകയോ അരുത് എന്ന് അവർ കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ. ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമാണോ എന്നുള്ളൊരു ചോദ്യം അവരോട് ചോദിക്കുകയാണ്. എന്നിട്ട് അവർ തുടരുകയാണ്, ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അവർ ഭയമില്ലാതെ, മടി കൂടാതെ, ലജ്ജ കൂടാതെ യേശുവിൻ്റെ സാക്ഷിയാകുകയാണ്. ഞങ്ങൾ കണ്ടതും കേട്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട ഒരു വലിയ മാറ്റമാണ് ഇവിടെ നാം കാണുന്നത്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നാം അഭിമാനിക്കുന്നുവെങ്കിൽ ഈ മാറ്റം നമ്മളിലുണ്ടോ? യേശുവിന് വേണ്ടി സാക്ഷിയാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സധൈര്യം ആരുടെയും മുമ്പിൽ യേശു ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് പറയുവാനും അത്ഭുതങ്ങളെക്കുറിച്ച് സാക്ഷിപ്പാനും നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയാതെ നാം ഇന്ന് ലജ്ജിതരായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്, ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും യേശുവിൻ്റെ സാക്ഷികളാകാം. യേശുവിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.